നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പിന് വന്നിരിക്കുകയാണ്. വന്നിരിക്കുകയാണ്. നമ്മളിപ്പോ വർക്കല എത്തിയിട്ടുണ്ട്. നമ്മള് റൂമിലാണ്. ഇപ്പം പാത്തുവും ലക്ഷ്മിയും കൂടി കുറച്ച് ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കുകയാണ്. അവരിപ്പോ നമ്മള് കോളേജിലായിരുന്നപ്പോഴേ പ്ലാൻ ചെയ്യുന്നതാണ് നമ്മള് ട്രിപ്പ് പോകണമെന്ന്. സ്റ്റേക്കേഷൻ ഇപ്പോഴാണ് നടന്നത് അല്ലേ? ഇന്നിവിടെ സ്റ്റേ ആണ്. അത് കഴിഞ്ഞ് നാളെ നമ്മൾ പോകുന്നില്ല എന്നല്ല, സ്റ്റേ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിന്റെ വീട്ടിലാണ്, ഒരു പ്ലേസിൽ അല്ല. നമ്മൾ നാളെ വണ്ടർല പോകുന്നുണ്ട്. നാളെ നമ്മള് വണ്ടർല പോകും രാവിലെ. അപ്പൊ നമുക്കിനി ബാക്കിയുള്ളവരും കൂടെ വന്നിട്ട് കാണാം. ഓക്കെ, എങ്ങനെയുണ്ട് കേൾസ്? ഞാനും കൊള്ളാം അല്ലേ? നീ എത്ര കൊള്ളു? ഞാനും കൊള്ളാം. ഓക്കെ ബൈ. ഓക്കെ ബൈ ഗായ്സ്, പിന്നെ കാണാം. ഹലോ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് വരാം. ശിവാനി ഇല്ലെങ്കിൽ അവ അങ്ങനെ വിചാരിക്കണം വിചാരിക്കാം. ലക്ഷ്മി ഞാനാ വീഴും. നമ്മള് റീൽ എടുക്കാൻ പോകുന്നു. ഹായ് ഗായ്സ്, അതിൽ ഞാൻ ഗായ്സ് നമ്മളിപ്പോ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ബീച്ചിലോട്ട് പോവാണ്. പക്ഷെ ഭയങ്കര വെയില്, നല്ല വെയിലുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് റീൽ എടുക്കണം. അതുകൊണ്ട് നമ്മൾ റീൽ നോക്കുന്നില്ല, പോവാണ്. ബാക്കിയുള്ളതിനൊന്നും കാണാനില്ല. നമ്മളിനി റീലൊക്കെ എടുത്തിട്ട് വന്നിട്ട് കാണാം. നിങ്ങൾക്ക് ഞാൻ ബീച്ച് കാണിച്ചു തരാം. ഓക്കെ, ബീച്ച് കാണിച്ചു തരാം. ബീച്ച് കണ്ടിട്ടില്ലാത്ത പോലെ എന്നാലും കാണിച്ചു തരാം. ഓക്കെ, ലക്ഷ്മി മറ്റേ ഐഡി പിള്ളേരെ ഇരിക്കണം. ഓക്കെയാണ്, നിങ്ങളൊക്കെ സീറ്റൊക്കെ പിടിച്ചാ? ഭാഗ്യം കിട്ടിയണ്ടാ? ഭാഗ്യം കിട്ടിയോ? ഓ മറ്റേ പുത്തുള്ള ശിവ പറഞ്ഞടി ഇത് അതെവിടെ ഇത് കണ്ടാ? ഈ ഓട്ടയുള്ള സാധനം കിട്ടാൻ പാടാണ്. അതിങ്ങനെ എല്ലാവർക്കും കിട്ടൂല. പക്ഷെ എനിക്ക് ഇങ്ങനെ ഇത് കിട്ടി. അപ്പൊ അവൻ പറഞ്ഞത് ഭാഗ്യമാണ്. അത് തന്നെ കിട്ടിയില്ലേ? ഇത് എങ്ങനെയാണ് ഉണ്ടാവണേന്ന് അറിയാമോ? നമ്മൾ ബീച്ചിലിറങ്ങാൻ പോവുകയാണ്. വെള്ളത്തിൽ കളിക്കാൻ പോവുകയാണ്. ഹായ് ഗൈസ്, നമ്മളിപ്പോ ബീച്ചിലോട്ട് പോവുകയാണ്. നമ്മൾ വെള്ളത്തിൽ കുത്തിമറിയാൻ പോണി. ലക്ഷ്മിയും ഫാത്തിമയും ഒന്നും ഇല്ലാതെ വന്നിട്ട് ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ് ഗൈസ്. ഒന്നും എടുത്തോണ്ട് വരൂല. അവന്റെ കൂടെ നമ്മൾ ഒരുമിച്ച് നടന്നു പോകണം. ആർമാദിക്കും അല്ലേ? പക്ഷെ ഭയങ്കര ഒരു തള്ള വൈബ് അവിടെ നിന്ന് വന്നു. എനിക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഗൈസ്, സോറി. പക്ഷേ സൂക്ഷിക്കണം. എന്റെ സേഫ്റ്റി ഞാൻ നോക്കാം. അല്ല, സുനാമി ഉള്ളിലോട്ട് പോവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് ഉള്ളിലോട്ട് പോവാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പേടിയാണ്. വണ്ടർല പോവാണ്. എനിക്ക് പേടിയുണ്ട് ബീച്ച്, സത്യം പറഞ്ഞ. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ വരുമായിരിക്കുമല്ലോ നമ്മൾ രക്ഷിക്കാൻ. അല്ലേ ഇത് നമുക്ക് ഗോപുരം ഇവിടെ
ഹായ് ഗായ്സ്, നമ്മൾ ക്ലിഫിൽ പോകാൻ പോവാണ്. നമ്മളെ ബീച്ചിൽ പോയി മറിഞ്ഞ് ഞാൻ വിട്ടത് ഞാൻ എപ്പോ സെറ്റ് ചെയ്തത് ഔട്ട്ഫിറ്റ് ചെക്ക് ഓരോരുത്തരായിട്ട് വാ. അടുത്ത ആള് എന്റെ ഒരു മര്യാദ കട്ട് ചെയ്തേ. ലക്ഷ്മി പോയടി. ഫാത്തിമ ഔട്ട്ഫിറ്റ് ചെക്ക്. ഞാൻ ഇതൊക്കെയാണ് ഗൈസ് ഇവിടത്തെ. ആ സൈഡിലിരിക്കുമ്പോ വെട്ടമുണ്ട്. ചിലപ്പോ നമുക്ക് പെട്ടെന്ന് ഞാൻ ഇതിന്റെ ബാക്കിലുണ്ടല്ലോ. ഹായ് ഗായ്സ്, വെൽക്കം ടു ഡേ 2 ഓഫ് അവർ ട്രിപ്പ്. നമ്മളിപ്പോൾ ട്രെയിനിൽ എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളുപ്പിനെ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങി? 5:30. 4:30 വീട്ടിട്ട് 5:30 ഇറങ്ങിയിട്ട് നമ്മൾ ട്രെയിനിൽ കയറി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉറങ്ങിയില്ല. രാത്രി വെയിലൊക്കെ എടുത്തോണ്ടിരുന്നിട്ട് ഉറങ്ങാനേ പറ്റില്ല. നമ്മളൊരു 10 മണി 10:30 ആകുമ്പോഴത്തേക്കും വണ്ടർല വിശേഷം കാണിച്ചു തരാം. ഇനി ഞാൻ ബാക്കി രണ്ടുപേരെ കാണിച്ചു എന്താണ് പറയാനുള്ളത്? നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാ റൈഡിലും മാക്സിമം നമ്മൾ കയറണം സാധിക്കുമെന്നാണ്. ഓക്കെ ഗൈസ്, നമ്മൾ സ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ സ്ഥലമൊക്കെ എത്തൂല. നിങ്ങൾക്ക് അഞ്ജലിനെയും അനാമികേനെയും കാണിച്ചു തരാം. അവർ രണ്ടുപേരും അനാമിക എന്ത് സ്വപ്നം കാണുന്നു? മുന്നിലുള്ള ഫേസ് ഒക്കെ ചലിക്കും. ഇത് മറ്റേ ആനന്ദം സിനിമയിലെ ഒരു ഇതല്ലേ? ഹായ് ഗായ്സ്, നമ്മളങ്ങനെ ഫൈനലി കൊച്ചിയിലെത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഏതൊരു കടയിൽ ഞാനിത് കൊണ്ടുവന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? കുഴപ്പമില്ലായിരുന്നു. സീറ്റ് കിട്ടിയോണ്ട് കുഴപ്പമില്ല. തിരിച്ച് പോണതാണ് സ്ലീപ്പർ ഫുള്ളായി. നമുക്ക് നോക്കാം. തിരിച്ചു പോകുമ്പോൾ നിന്ന് പോകേണ്ടി വരുമെന്നാണ് തോന്നണം. നമുക്ക് പിന്നെ കാണാം. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അതെ അതെ, നല്ലോണം അറിയാൻ പറ്റും. അരമണിക്കൂർ റേഞ്ച് കാണിക്കണം. കാര്യം കാണിക്കാം അങ്ങോട്ട്. ഫൈനലി നമ്മൾ വണ്ടർലയിൽ എത്തി. പക്ഷെ തളർന്ന് ഉറങ്ങാത്തോണ്ട് ഭയങ്കര ക്ഷീണം. നമ്മൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ 10ാം ക്ലാസ്സിലാണ് ഇവിടെ ലാസ്റ്റ് വന്നത്. എനിക്കൊന്നും ഓർമ്മ പോലും ഇല്ല. നമ്മൾ വന്നൊരാദ്യം ഓക്കെ, എനിക്ക് വയ്യ സ്റ്റെപ്പ്, ഭയങ്കര സ്റ്റെപ്പ്. ഇനി നമുക്ക് മുകളിൽ പോയിട്ട് കാണാം. നമ്മൾ വണ്ടർലയിലെത്തി. നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ലോക്കറൊക്കെ വാങ്ങിക്കാൻ ഭയങ്കര പൈസ കേട്ടോ. ലോക്കർ എടുക്കുമ്പോ സൂക്ഷിക്കുക. ബാഗ് ഒന്നും കൊണ്ടുവരരുത്. എന്നെ പോലെ എന്നെ അനാമിക പോലെ വലിയ പാണ്ടക്കെട്ടൊന്നും കൊണ്ടുവരരുത്. കേറുകോ? എടി എല്ലായിടത്തും വരി എന്നാ.
അതിപ്പോ വരുന്നില്ല. ആദ്യമേ അതിൽ കയറണോ? അപ്പൊ എല്ലാത്തിലും ജസ്റ്റ് ഒന്ന് ഓടി നടന്ന് നോക്കാം, എന്നിട്ട് കയറാം. ഇനി നമുക്ക് കേറാം. 1 2 3 മണി വരെ എനിക്ക് ഇതിൽ കയറണം, ഈ സാധനത്തിൽ കയറണം. ആ കണ്ടുപിടിക്കാം. എനിക്ക് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ഓർമ്മ ടൂർ വന്നത്. പക്ഷെ എനിക്ക് ഒന്നും അങ്ങോട്ട് ഇതാവണില്ല. ഇതിൽ കയറിയില്ല. പക്ഷെ ആ കമ്പിയെല്ലാം ഇരിക്കണതിൽ കയറി. അതിൽ പോയി ചോദിക്കാം. ഇപ്പൊ നമ്മള് കണ്ടില്ലേ പൊങ്ങി അങ്ങ് പോണം, അതിൽ കയറി. പക്ഷെ അത് വലിയ സീൻ ഇല്ല. മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോ ഒരു ഇങ്ങനെ എയർ നമ്മൾ ഒന്നിലും ഇരിക്കണില്ല എന്ന് തോന്നുന്നു. അതില് ഇതല്ലേ നമ്മളപ്പോ ഫസ്റ്റ് കയറാൻ പോകുന്ന ഇതിലാണ്. ഇതില് തിരക്ക് തന്നെ. കേറാം, ഒറ്റ മൈൻഡ് കേറാവാ. അപ്പൊ നമ്മള് കയറിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അങ്ങനെ നമ്മൾ ഒരു കയറി കയറിയിട്ടുണ്ട്. എല്ലാത്തിലും വാച്ച് അടിക്കണം കേട്ടാ ഗൈസ്. കൊള്ളായിരുന്നല്ലേ, അടിപൊളി സാധനം. പക്ഷെ പേടിച്ച് ഞാൻ ചത്ത്. പക്ഷെ നമ്മള് ഗൈസ് ഞാൻ മൊത്തം കണ്ണ് അടച്ചാണ് ഇരുന്നത്. പക്ഷെ എവിടെ കണ്ണ് തുറന്ന് പകുതി ആകാശം കണ്ടപ്പോഴേക്കും എന്റെ കിളി പോയി. ഞാൻ ഇനി അടുത്ത റൈഡിൽ കയറാൻ നിൽക്കുന്നത്. നമ്മള് മാക്സിമം എല്ലാ റൈഡിലും കയറാം. പക്ഷെ മുകളിലോട്ടുള്ള ഞാൻ എന്തോ ആലോചിച്ചോണ്ട് നിൽക്കാറുണ്ട്. കൊള്ളാം, എല്ലാരും അവരൊക്കെ വന്ന് വർഷങ്ങളായി കാണും. ഈ സാധനത്തിൽ ഞാനിപ്പോ കയറിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. കിടില്ല. അനാമികക്ക് വയ്യെന്ന് തോന്നുന്നു, വീണ്ടും വീണ്ടും കയറുന്നത്. ഇതുവരെ കയറിയതിൽ ഈ ഒരു സാധനമാണ്. അയ്യോ ആലോചിക്കാൻ വയ്യ. നിങ്ങൾ വരുവാണെങ്കിൽ ഈ സാധനത്തിൽ കയറണം കേട്ടോ, അടിപൊളി. പേടിക്കും, എന്നാലും കൊള്ളാം. നിങ്ങൾ അനാമികയുടെ ആ കോൺഫിഡൻസ് കാണണം. ഇപ്പോഴൊന്നും തോന്നൂല. ഇപ്പൊ നോക്കിയോ, കുറച്ച് ബികോം സ്റ്റുഡൻസിനെ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കൊള്ളാം, നല്ലൊരു ദിവസം അല്ലേ? നമ്മളടുത്ത് വാട്ടർ റൈഡ്സിൽ കയറാൻ പോവുകയാണ്. വെള്ളത്തില് നമ്മളൊരു DJ കഴിഞ്ഞ ചായ ഒരു നല്ല വ്യൂവിലിരുന്ന് കുടിക്കുകയാണ്. വ്യൂ കാണിച്ചു തരാം.
ഫുള്ള് അയ്യോ ഇങ്ങനെ ഇരിക്കണൊക്കെയാണ്. നിങ്ങൾ ഇടയ്ക്ക് വരണം വണ്ടർലയിൽ. പക്ഷെ തിരക്കില്ലാത്ത ദിവസം ഇന്ന് നല്ല തിരക്കില്ലായിരുന്നു, നമുക്ക് എല്ലാ റൈഡിലും കയറാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാത്തിലും കയറി. കൊള്ളായിരുന്നു. ഞങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാം, ചായ കുടിക്കാൻ പറ്റിയ വ്യൂ. അടിപൊളിയല്ലേ? ഗുഡ് ബാത്ത് പൺകപ്പ്. ഓ സത്യം, അടിപൊളി ദിവസമല്ലേ, അടിപൊളി ദിവസമല്ലേ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് വേറെ സാധനം കിട്ടിയാൽ ഒരു സൂപ്പർ റെയിൻ ഡാൻസ് ഉണ്ടായിരുന്നു. ഓ സത്യം, നമുക്ക് അത് വെള്ളപ്പൊക്കം പോലെ തോന്നുന്ന രീതിക്ക് അത്രയ്ക്ക് വെള്ളം ഉണ്ടാകുന്നുണ്ട്. പ്രതീക്ഷക്കാളും അടിപൊളി ഇല്ല ഇന്ന ദിവസമേ അടിപൊളി. ഓക്കെ, നമ്മളൊരു ചായ കുടിച്ചിട്ട് വരാം. നമ്മൾ വണ്ടർലയിൽ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് രാത്രി 11 മണിക്കാണ് ട്രെയിൻ. അപ്പം അതുവരെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവും. എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ട് 11 മണിക്കാണ് ട്രെയിൻ. ഇനി അതിൽ പോവും. എല്ലാവരും ഉണ്ട് ഗൈസ്. ട്രെയിനിൻ്റെ സമയം വരെ നമ്മളിനി എന്ത് ചെയ്യും? എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി നടക്കും. എന്താണ് പറ? ഹലോ ഗൈസ്, നമ്മളിപ്പോൾ മറൈൻ ഡ്രൈവിലാണുള്ളത്. നമ്മളെ ബസ് കയറി മറൈൻ ഡ്രൈവിലെത്തി. നമ്മൾ ടയേർഡായി ഗൈസ്. 11 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. സോ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാൻ പോവാണ്. മറൈൻ ഡ്രൈവിൽ നല്ല കൊതുകുണ്ട്. നല്ല കൊതുകുണ്ട്. ആക്ച്വലി വണ്ടർല കയറി ഇറങ്ങി കൈയും കാലും ഒന്നും അനക്കാൻ വയ്യാത്ത അവസ്ഥയിൽ കൈയും കാലം നല്ല വേദനയുണ്ട് ഗൈസ്. വന്നപ്പോ ഇത്ര ലഗേജ് ഇല്ലായിരുന്നു. പക്ഷെ ഓക്കെ, ഇനി നമ്മള് റെയിൽവേ സ്റ്റേഷനിൽ പോയി ബസ് ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറി ബസ് ഒന്ന് ട്രെയിൻ കയറിയിട്ട് പോകും. കൊള്ളാം. ഓക്കെ ഗൈസ്, ടാറ്റാ. ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ കാണാം. ഹായ് ഗായ്സ്, നമ്മളപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന മൊമെൻറ്റിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ 11 മണിക്ക് രാത്രിയാണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രം എത്തേണ്ടതാണ്. ആക്ച്വലി ഇന്നത്തെ ദിവസത്തെ പറ്റി വേണം പറയാം. 2 ദിവസം വർക്കല ആൻഡ് വണ്ടർല. പക്ഷെ വണ്ടർല വർക്കല നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തു. നമുക്കതൊക്കെ കിട്ടി. നമ്മുടെ സ്റ്റേ ആയാലും എന്തായാലും നമ്മൾ വിചാരിച്ചതിൻ്റെ അപ്പുറം നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ അങ്ങനെ. വണ്ടർല നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. നല്ല നമ്മള് ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും കയറി. പക്ഷെ എല്ലാത്തിലും കയറി. 360 ഡിഗ്രി കറങ്ങി. ആ വീഡിയോ ഇതിനകത്ത് കേട്ടിട്ടുണ്ട്. ഞാൻ 2 തവണയാണ് ഞാൻ എന്റെ എല്ലാം കണ്ടു. ഇങ്ങനെ കറങ്ങി പക്ഷെ അഞ്ജലി ഞാൻ വലിച്ചെടുത്ത് കൊണ്ടുപോയാണ്. അഞ്ജലിക്ക് ആ എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ 2 തവണ കയറി. ഇവരൊന്നും പേടിയായിരുന്നെങ്കിൽ ഇപ്പൊ ആലോചിക്കുമ്പോ കൊള്ളാമല്ലോ, കയറിയല്ലോ ആന്നൊരു സാധനം. പിന്നീട് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വാട്ടർ ആക്ടിവിറ്റീസിൽ പോയത്. അതും നല്ല രസമായിരുന്നു. പക്ഷെ അവിടുത്തെ ഫുഡ് കൊള്ളാൻ കേട്ടാ. കുറെ പേര് ഒരുപാട് പേര് പറഞ്ഞു. പക്ഷെ എനിക്കിനി അറിയത്തില്ല തിരക്കിന്റെ ഓരോ വിഷയമാണോ അല്ലെങ്കിൽ വീക്കെൻഡ് ആണോ അങ്ങനെ എന്നറിയില്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് പോയപ്പോൾ ആക്ച്വലി ഇന്ന് വീക്ക് ഡേ ആയിരുന്നത് കൊണ്ട് തന്നെ തിരക്ക് നോർമലി കുറവായിരുന്നു. പക്ഷെ നല്ല ഫുഡ് നല്ല നോ അവളല്ലേ പറഞ്ഞു നന്നായിട്ട് സംസാരിക്കണം. നമ്മൾ പറയണല്ലോ. ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു റെയിൻ ഡാൻസ് കിട്ടി. അത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. ഭയങ്കര കുറെ ലക്കുണ്ട്. നമുക്ക് കുറെ റൈഡിൽ കയറാൻ നമ്മൾ എത്തപ്പോ നമുക്ക് കയറാനുള്ള അല്ലേ കയറാൻ വേണ്ടി ടൈമിങ് ഉണ്ടായിരുന്നു. അതെല്ലാം എല്ലാ സ്ഥലത്തും കറക്റ്റ് ടൈമിന് നമ്മൾ എത്തി. നമ്മൾ ഇറങ്ങിയത് നമുക്ക് ബസ്സിൽ എല്ലാം നല്ല നല്ല സത്യമായി കിട്ടൂലായിരുന്നു. സമയത്ത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവിടെ എത്തിയതാണ് അല്ലേ. സോ അതാണ്. അപ്പൊ നമ്മള് ഇതൊക്കെയാണ് ഞങ്ങൾ. നമ്മൾ എൻഡിങ് ആവുകയാണ് ഗൈസ്. നാളെ നമ്മളിതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ടൊരു വിഷമം. പക്ഷെ എല്ലാവർക്കും തോന്നുമായിരിക്കും ജസ്റ്റ് വർക്കലല്ലേ വണ്ടർല അല്ല. ഇറ്റ്സ് നോട്ട് ദ പ്ലേസ്, ഇറ്റ്സ്
just the people. നമ്മൾ It's about the people. Yeah, that's right. It's not about മാത്രം പോണെന്നൊക്കെ പറയുമായിരുന്നു. അതന്നെ. നടന്ന് നമ്മള് ഇങ്ങനെ ഇത്രയും ലോങ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മള് വീട്ടിലൊക്കെ സ്റ്റേ ഓവറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ മ്യൂസിയം അങ്ങനെയൊക്കെ പോകും. പക്ഷെ ഇങ്ങനെ ഒരു ലോങ് ട്രിപ്പ് ഞങ്ങൾ അത് 2 ഡയറക്ഷനിലുള്ള സ്ഥലങ്ങളാണ്. ഇനി നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ പോകാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളെ ആരും 5ന്റെ പൈസ ഇല്ല. ഇതിന്റെയൊക്കെ ബഡ്ജറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. പക്ഷെ എല്ലാം ലാവിഷായിരുന്നു അല്ലേ? നമുക്കത് ബഡ്ജറ്റ് ഇച്ചിരി നമ്മളെ സംബന്ധിച്ച്. പക്ഷെ നമ്മള് ജോലിയൊക്കെ മേടിച്ച് നമ്മൾ മണാലി നമ്മൾ തായ്ലാൻഡ് വിയറ്റ്നാം അതൊന്നും പറയണ്ടല്ലോ ഇപ്പോഴേ. കണ്ണു വെക്കല്ലേ? നമ്മളെല്ലാത്തും പോകും. നമ്മൾ രക്ഷപ്പെടും. അപ്പൊ ബൈ. സോ ഗൈസ്, അപ്പോൾ വ്ലോഗ് ഇവിടെ നിങ്ങളും എല്ലാ മൊമെന്റ്സും എൻജോയ് ചെയ്യുക. ഒരു ലൈഫ് എല്ലാം അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിക്കും. നമ്മൾ അങ്ങ് ഇറങ്ങി കൊടുത്താൽ മതി അല്ലേ? ബൈ. ഓക്കെ.